Dear students, welcome to CE 303 Structural Analysis 2 class. Now we are discussing Module 1 three-moment equation. So let us discuss a previous university question. Analyze the three-span continuous ABCD with overhang DE for the loading and support conditions, spans and flexural rigidity as shown in figure by applying the theorem of three moments. Draw the bending moment diagram and shear force diagram. So this is our question. A three-span continuous beam ABCD with a overhang DE is given and the loading and the flexural rigidity is given in this figure along these three spans. So this is a previous university question, December 2018. December 2018 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ പ്രോബ്ലം നമുക്കെങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ ഓരോ സെക്ഷൻ്റെയും ഫ്ലെക്സുറൽ റിജിഡിറ്റി ഡിഫറെൻ്റ് ആണ് തന്നിട്ടുണ്ട്. എ ബിനകത്ത് 1.7 EI ആണ്, ബി സിയിൽ 1.3 EI ആണ്, സി ഡിനകത്ത് 1.1 EI ആണ്. പിന്നെ ഡി എന്നുള്ളൊരു ഓവർഹാങ് പോർഷൻ ഉണ്ട്. ആൻഡ് ഓരോ സ്പാനിനകത്തും കറസ്പോണ്ടിങ് ലോഡ്സും കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്കിവിടെ നമുക്കിവിടെ 4 സപ്പോർട്ട് ഉണ്ട്. സോ 4 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ത്രീ മൊമെൻ്റ് ഇക്വേഷൻ 3 സപ്പോർട്ടിനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 3 സപ്പോർട്ട് എടുക്കുക, ത്രീ മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് 3 സപ്പോർട്ട് എടുക്കുക, ത്രീ മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 2 + 1 + 1 + 1 that is 5 minus number of equations of equilibrium 3. 5 minus 3 is equal to 2. Okay, next consider span ABC. First 3 supports consider ചെയ്തു. സോ ഫസ്റ്റ് 3 സ്പാനകത്ത് നമ്മൾ ത്രീ മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. സോ ത്രീ മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ നമുക്ക് ക്യാപിറ്റൽ ഏരിയയും സ്മോൾ എയും ക്യാപിറ്റൽ എയുടെ വാല്യൂ വേണം. സോ ഫസ്റ്റ് നമുക്ക് സ്പാൻ എ ബി എടുക്കാം. കൺസിഡർ സ്പാൻ എ ബി. സ്പാൻ എ ബിനകത്ത് സെൻട്രൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. 120 kN, 2.25 meter, ദാറ്റ് ഈസ് സെൻട്രൽ. ടോട്ടൽ ലെങ്ത്ത് 4.5 meter. സെൻട്രൽ ഒരു കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ bending moment diagram triangle ആണ് with a maximum ordinate value WL/4. Therefore here length of the span, that is L1, is 4.5 meter and the flexural rigidity ഇവിടെ നമുക്ക് EIയുടെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്പാനകത്തുള്ള EI1 is equal to 1.7 EI and maximum ordinate of bending moment diagram WL/4, that is 120 into 4.5 divided by 4, which is 135. Therefore area, capital A1 is the area of the bending moment diagram. Here half BH, half into 4.5 into 135 is equal to 303.75. Then small a1, സെൻട്രൽ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് സ്മോൾ a1ൻ്റെ വാല്യൂ L1/2, ദാറ്റ് ഈസ് 0.5/2 is equal to 2.25 meter. നെക്സ്റ്റ് നമുക്ക് സ്പാൻ ബി സി കൺസിഡർ ചെയ്യാം. സ്പാൻ ബി സിനകത്ത് കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. 1.25 ഡിസ്റ്റൻസിൽ എക്സെൻട്രിക് ആയിട്ടാണ് ഇവിടെ കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നത്. 1.25 ഡിസ്റ്റൻസിൽ ബി സപ്പോർട്ടിൽ നിന്ന് 1.25 140 kN കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം കോൺസെൻട്രേറ്റർ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും ആൻഡ് ദ മാക്സിമം ഓർഡിനേറ്റ് വാല്യൂ WAB/L. ഹിയർ ദ ലെങ്ത് ഓഫ് ദ സ്പാൻ L2 ഈസ് 3.75 meter ആൻഡ് EI2 ഈസ് ഈക്വൽ ടു 1.3 EI ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ദെൻ മാക്സിമം ഓർഡിനേറ്റ് ഓഫ് ദിസ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഈസ് ഈക്വൽ ടു WAB/L. That is 140 into 1.25 into 2.5 divided by 3.75, which is equal to 116.67.
Then A2, capital A2 is the area of the bending moment diagram, that is half into BH, half into 3.75 into 116.67. We'll get A2 is equal to 218.75. Then small A2 is the central distance of the bending moment diagram. So here ABC എന്നുള്ള സ്പാനിലാണ് നമ്മൾ 3 മൊമെൻ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ C സപ്പോർട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ സ്മോൾ A2ൻ്റെ വാല്യൂ വരിക. സോ C സപ്പോർട്ടിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ A2. സോ ഹിയർ സ്മോൾ A2ൻ്റെ വാല്യൂ L+B/3 ആണ്. കാരണം നമ്മൾ ഈ റൈറ്റ് സപ്പോർട്ട് സിയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് L+B/3. ഇതാണ് നമ്മുടെ B. So value of L 3.75 plus 2.5/3. 2.083. Okay, then നമുക്ക് 3 moment equation apply ചെയ്യാം. Applying 3 moment equation for span AB and BC. MA into L1/I1 plus 2MB into L1/I1 plus L2/I2 plus MC into L2/I2 is equal to minus 6 A1 by I1 L1 minus 6 A2 by I2 L2. ഇവിടെ സെറ്റിൽമെൻറ്റോ സപ്പോർട്ടൊന്നുമില്ല. ദർഫോർ 6EHI/L1 6EHC/L2ൻ്റെ ടേമും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് എ എന്നുള്ള സപ്പോർട്ട് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്. സോ എ ഹിഞ്ച്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് MAയുടെ വാല്യൂ 0 ആണ്. പിന്നെ അതുപോലെ ഇതിനകത്തെല്ലാം ഐൻ്റെ ടേംസാണ് ഉള്ളത്, ഇൻ്റെ ടേമില്ല. നമുക്ക് തന്നിട്ടുള്ള EI2 EI1 അങ്ങനെയാണ് തന്നിട്ടുള്ളത്. EIൻ്റെ ടേംസിലാണ് തന്നിട്ടുള്ളത്, ഫ്ലെക്ചറൽ റിജിഡിറ്റിയാണ് തന്നിട്ടുള്ളത്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ടേംസിനകത്തും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതിനകത്ത് എല്ലാ ടേംസിനകത്തും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാ ടേമിലും ഇയുടെ ടേം കൂടെ വരും. സോ I1 എന്നുള്ളിടത്ത് EI1 വരും, I2 ആകുമ്പോൾ EI2 വരും. Then here 6A1/A1 by EI1 L1 6A2 by EI2 L2 തരും. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ EIയുടെ ടേംസിലാണ് തന്നിട്ടുള്ളത്. 1.1 EI 1.3 EI 1.7 EI അങ്ങനെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇയുടെ ടേം ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ കൊടുത്താലും കുഴപ്പമില്ല, നമ്മൾ ഔട്ട് സൈഡ് എടുത്താലും നമ്മുടെ ഇക്വേഷൻ തന്നെ ആവും. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MA നമ്മൾ പറഞ്ഞു ഹിഞ്ച്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് MAയുടെ വാല്യൂ 0 ആണ്. സോ 0 പ്ലസ് നെക്സ്റ്റ് 2MB ഇൻറ്റു സോ L1ൻ്റെ വാല്യൂ 4.5, EI1 1.7 EI പ്ലസ് L2 3.75, EI2 1.3 EI plus MC into 3.75 by 1.3 EI is equal to minus 6 into A1 in the value 303.75 into 2.25 divided by 1.7 EI into 4.5 minus 6 into 218.75 into 2.083 into divided by 1.3 EI into 3.75. So നമ്മൾ എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇക്വേഷൻ റെഡ്യൂസ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് EIയുടെ ടേം ഉണ്ടാവും. എല്ലാ ടേംസിലും EIൻ്റെ ടേം ഉണ്ട്. സോ നമുക്കത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും EI ടേം ഉണ്ടാവും, റൈറ്റ് ഹാൻഡ് സൈഡിലും ഡിനോമിനേറ്ററിൽ EI ടേംസ് ഉണ്ട്. സോ നമുക്ക് എല്ലാ ടേംസിലും EI ഉള്ളതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ക്യാൻസൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വേഷന് റെഡ്യൂസ് ചെയ്യാം. സോ വി ഗെറ്റ് 11.06 MB plus 2.88 MC is equal to
minus 1096.84. So this is our first equation. So നമ്മൾ ഫസ്റ്റ് എ ബി സി എന്നുള്ള സ്പാൻ കൺസിഡർ ചെയ്ത് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്തു. സോ ഈ ടേംസ് നമുക്ക് ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ വിൽ ബി 11.06 MB plus 2.88 MC is equal to minus 1096.84. നെക്സ്റ്റ് നമുക്ക് ബി സി ഡിയിൽ ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കൺസിഡർ span BCD. So next consider span BCD. So span BCD നകത്ത് ഫസ്റ്റ് നമുക്ക് സ്പാൻ ബി സി എടുക്കാം. സ്പാൻ ബി സി നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതാണ്. സ്പാൻ ബി സിയിൽ കോൺസെൻട്രേറ്റർ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. 140 kN കോൺസെൻട്രേറ്റർ ലോഡ് 1.25 മീറ്ററിന് ഇവിടെ 2.5 മീറ്ററിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ ഷേപ്പാണ്. മാക്സിമം വാല്യൂ WAB/L ആണ്. WAB/Lൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 116.67 ആണ്. സോ ഹിയർ നമുക്ക് L2 എടുക്കാം. L2 3.75 മീറ്റർ ആൻഡ് EI2 1.3 EI. Then area A2 is equal to half into BH, that is half into 3.75 into 116.67, which is equal to 218.75. Then small a2, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പാൻ ബി സി ഡി ആണ്. സ്പാൻ ബി സി ഡി ആകുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പാനാണ് ബി സി. ഇപ്പം നമ്മൾ എടുക്കേണ്ടത് സെൻട്രൽ ഡിസ്റ്റൻസ് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്നാണ് എടുക്കുക. ഓക്കെ, സെൻട്രൽ സപ്പോർട്ട് നമ്മുടെ ബി സപ്പോർട്ടിൽ നിന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സ്മോൾ a2. സോ ബി സപ്പോർട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ എയുടെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് L പ്ലസ് A/3. എല്ലിൻ്റെ വാല്യൂ 3.75 പ്ലസ് 1.25/3 1.67. Okay. So next consider span CD. Span CD യിൽ UDL ആണ് ആക്ട് ചെയ്യുന്നത്. (58.67 kN/m) UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പരാബോളിക് ഷേപ്പ് ആയിരിക്കും ആൻഡ് മാക്സിമം ഓർഡിനേറ്റ് വാല്യൂ WL². സോ ഹിയർ സ്പാൻ L3 is equal to 3.75 meter and EI3 is equal to 1.1 EI. Here maximum ordinate of bending moment is equal to WL²/8, that is 58.67 into 3.75²/8, which is equal to 103.13. Then area A3 is equal to parabolade area 2/3 BH, that is 2/3 into 3.75 into 103.13 is equal to 257.8 meter square. And then small a3, central distance a3 is equal to UDL ആണ് ആക്ട് ചെയ്യുന്നത്. സോ സെൻട്രൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പാൻ ബൈ 2, that is L3/2. 3.75/2 is equal to 1.875 meter. സോ സ്പാൻ ബി സിയിലെയും സി ഡിയിലെയും വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് ത്രീ മൊമെൻറ്റ് ഇക്വേഷൻ. For span BC and CD, therefore MB into L2/I2, ഇവിടെ നമ്മുടെ സെക്കൻഡ് സ്പാൻ ആണ്, ദാറ്റ് ഈസ് L2/I2, 2MC into L2/I2 plus L3/I3 plus MD into L3/I3 is equal to minus 6 A2/I2 L2
മൈനസ് 6a3 നമുക്ക് ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ എം ഡിയുടെ വാല്യൂ ഇവിടെ ഡി ഇ എന്നുള്ളത് ഓവർഹാങ് പോർഷനാണ്. ദർഫോർ ആ ഓവർഹാങ്ങിൽ വരുന്ന ലോഡ് കാരണം ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ മൊമെൻ്റ് ഉണ്ടാവും. സോ ഇവിടെ എം ഡിയുടെ വാല്യൂ ഇതാണ് നമ്മുടെ ഡി ഇ. ഇവിടെ 48 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് ഓവർഹാങ് ലെങ്ത്ത് 1.25 മീറ്റർ ആണ്. സോ എം ഡിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -48 × 1.25 വിച്ച് ഈസ് ഈക്വൽ ടു -60 കിലോ ന്യൂട്ടൺ മീറ്റർ. സോ എം ഡിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ആ എം ഡിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ നേരത്തെ പോലെ തന്നെ നമ്മൾ ത്രൂ ഔട്ട് ഓരോ ടേമിനെയും ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇവിടെ EI2 വരും. എല്ലാ ടേംസിലും ഇയുടെ ടേം വരും. ഓക്കെ, ഇനി നമുക്ക് EI2 EI3 ഒക്കെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ A2 സ്മോൾ A2 ക്യാപിറ്റൽ A3 സ്മോൾ A3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് എം ബിയുടെയും എം സിയുടെയും തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാം. സോ വി ഗെറ്റ് എം ബി ഇൻറ്റു (3.75/1.3 EI) plus 2mc into 3.75/1.3 EI plus 3.75/1.1 EI minus MDയുടെ വാല്യൂ നമുക്ക് 60 എന്ന് കിട്ടി. 60 into L3/I3 that is 3.75/1.1 EI is equal to -6 into 218.75 into 1.67 divided by 3.75 into 1.3 EI minus 6 into 257.8 into 1.875 divided by 3.75 into 1.1 EI. സോ ഇവിടെ നമ്മൾ എല്ലാ ടേംസിലും EIയുടെ ടേം ഉണ്ട്. സോ EIയുടെ ടേം എല്ലാ ടേംസിലും ഉള്ളതുകൊണ്ട് നമുക്കത് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ദെൻ ബാക്കി ടേംസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഗെറ്റ് 2.88 MB plus 12.58 MC is equal to minus 948.6. So this is our second equation. So നമുക്ക് ഇവിടെ രണ്ട് അൺനോൺസ് ആണുള്ളത്, രണ്ട് ഇക്വേഷൻസ് കിട്ടി. സോ ബൈ സോൾവിങ് ഇക്വേഷൻസ് 1 and 2 we get MB is equal to minus 84.58 kilonewton meter and MC is equal to minus 56 kilonewton meter. MD is equal to already calculated in the minus 60 kilonewton meter. So these are our unknowns. Next നമുക്ക് ബെൻഡി മൊമെന്റ് ഡയഗ്രാം വരക്കാം. So mark A, B, C, D. E. സോ എ ബിനകത്ത് നമുക്ക് ഫസ്റ്റ് എക്സ്റ്റേണൽ മൊമെൻറ്റ് വരക്കാം. 135 കിലോ ന്യൂട്ടൺ മീറ്ററിൽ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ബെൻഡി മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. പി സിനകത്തും 116.67 കോൺസെൻട്രേറ്റഡ് ലോഡായിരുന്നു. സോ ട്രയാങ്കിളാണ് വരിക. ദെൻ സി ഡിനകത്ത് UDL ആണ്. സോ പരാബോളിക് ഷേപ്പ് വരും. 103.13. ദെൻ നമുക്ക് എൻഡ് സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് വരക്കാം. എൻഡ് സപ്പോർട്ടിൽ മൊമെൻറ്റ് എം എയുടെ വാല്യൂ 0 ആണ്. എം ബി നമുക്ക് -84.58. കിലോ ന്യൂട്ടൺ മീറ്റർ. എം സിയിൽ 56 കിലോ ന്യൂട്ടൺ മീറ്റർ. ദെൻ എം ഡിയുടെ വാല്യൂ -60. ഇവിടെ 56 കിലോ ന്യൂട്ടൺ മീറ്റർ.
എം ഡിയുടെ വാല്യൂ -60, ദെൻ ഇയിൽ 0. ദെൻ നമുക്കിത് ജോയിൻ ചെയ്യാം. So this is our net bending moment diagram. ഈ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. സോ ഹിയർ പോസിറ്റീവ്, ഹിയർ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, here negative. So this is our net bending moment diagram. Okay. Next നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാം. സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കാൻ നമുക്ക് ആദ്യം റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് നമ്മൾ ഓരോ സ്പാനും നമ്മൾ സെപ്പറേറ്റ് സ്പാനായിട്ട് കൺസിഡർ ചെയ്തു. സോ ഫസ്റ്റ് എ ബി എടുത്തു. അപ്പോൾ അവിടുത്തെ റിയാക്ഷനാണ് RA, അവിടുത്തെ ബിയിലെ റിയാക്ഷൻ RB1. പിന്നെ അവിടെ കോൺസെൻട്രേറ്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് 120 kN. ദെൻ ഹിയർ എം എയുടെ വാല്യൂ 0 ആണ്. സോ ഇവിടെ മൊമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ദെൻ നെക്സ്റ്റ് നമുക്ക് B1ൽ നമുക്ക് ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് മൊമെൻ്റ് ആണ് കിട്ടിയത്. സോ നെഗറ്റീവ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹോഗിങ് മൊമെൻ്റ് ആണ്. ഹോഗിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ നോക്കിയാൽ അറിയാം. ബീമിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്ലോക്ക് വൈസും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസും ആയിരിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ സൈൻ കൺവെൻഷൻ എടുക്കുന്നത്. നെഗറ്റീവ് മൊമെൻറ്റ്, ദാറ്റ് ഈസ് ഹോഗിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവെൻഷൻ കറസ്പോണ്ടിങ് എടുക്കുക. ബീമിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസും, ബീമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസും. അതുപോലെ തന്നെ നെക്സ്റ്റ് ബി സി സ്പാൻ എടുത്തു. സോ ഇവിടുത്തെ റിയാക്ഷന് RB2. ഈ ടോട്ടൽ RB എന്ന് പറഞ്ഞാൽ RB1 + RB2 ആണ്. ഇവിടെ നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെ ബിയിലെ മൊമെൻറ്റ് 84.58 ആണ്. സോ നെഗറ്റീവ് മൊമെൻ്റ് ആണ് നമുക്ക് കിട്ടിയത് -84.58. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവ് മൊമെൻ്റ് ആണ് ഹോഗിങ് മൊമെൻ്റ് ആണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ കൺവെൻഷൻ കൊടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ ക്ലോക്ക് വൈസും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസും വരുന്നത്. സോ നമ്മൾ ഇവിടെ 140 kN ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് സിയിൽ വരുന്ന മൊമെൻറ്റ് -56 ആണ്. അവിടെ ഇത് പറഞ്ഞ പോലെ നെഗറ്റീവ് മൊമെൻ്റ് ആണ്, ദാറ്റ് ഈസ് ഹോഗിങ് മൊമെൻ്റ് ആണ്. ഹോഗിങ് മൊമെൻ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് ക്ലോക്ക് വൈസും റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസും കൊടുത്തു. സോ നമ്മൾ സപ്പോർട്ട് സിനകത്ത് ഹോഗിങ് മൊമെൻ്റ് വന്നു. നെക്സ്റ്റ് നമുക്ക് ഡി എന്ന് പറഞ്ഞ സപ്പോർട്ടിനകത്ത് -60 kN ആയിരുന്നു. അതിന് വേറെ സെപ്പറേറ്റ് DE കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിയിലുള്ള ഓവർഹാങ് പോർഷനിലുള്ള മൊമെൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ എക്സ്റ്റേണൽ ലോഡൊന്നും ഈ ഡിയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡി വരെയുള്ള റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ അവിടെ നെഗറ്റീവ് മൊമെൻ്റ് ആയതുകൊണ്ട് ഇത് ലെഫ്റ്റ് ക്ലോക്ക് വൈസ് വന്നു. പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് 58.61 kN. ഇനി നമുക്ക് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ RA + RB1 = 120 kN. AB കൺസിഡർ ചെയ്തു. അതിനകത്തുള്ള സിഗ്മ വെർട്ടിക്കൽ ഫോഴ്സ് = 0, ദാറ്റ് ഈസ് RA + RB1 = 120. ദെൻ നമ്മൾ എയിലേക്ക് മൊമെൻ്റ് എടുത്തിട്ട് RB1 കാൽക്കുലേറ്റ് ചെയ്യുക. സോ RB1 കിട്ടിയാൽ നമുക്ക് RA + RB1 എന്ന് RAയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് RAയുടെ വാല്യൂ RB1 കിട്ടി. സിമിലർലി BC കൺസിഡർ ചെയ്തിട്ട് അതിലെ റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. സോ RB2 വാല്യൂ കിട്ടി, RC1ൻ്റെ വാല്യൂ കിട്ടി. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ഇതുവരെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഓരോ സെപ്പറേറ്റ് റിയാക്ഷൻസും കണ്ടുപിടിക്കുക. ഓരോ ബീമും സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്തുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് CD എടുത്തു. CDനകത്ത് UDL ആണ് വരുന്നത്. സോ ടോട്ടൽ ലോഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. RC + RD = 58.67 × 3.7 = 220. ദെൻ നമ്മൾ C2ലേക്ക് മൊമെൻ്റ് എടുത്തു. അങ്ങനെ നമുക്ക് RDയുടെ വാല്യൂ കിട്ടി. RD കിട്ടിയിട്ട് ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് RC2യുടെ വാല്യൂ കിട്ടി. ഓക്കെ. സോ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ RA, RB, RC, RDയുടെ വാല്യൂസ്. RB എന്ന് പറഞ്ഞാൽ RB1 + RB2, RC എന്ന് പറഞ്ഞാൽ RC1 + RC2. അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇതാണ് നമ്മുടെ സൈൻ കൺവെൻഷൻസ്. സോ നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റ് അപ്വേർഡും റൈറ്റ് ഡൗൺവേർഡും വന്ന പോസിറ്റീവാണ് എടുക്കേണ്ടത്. അതുപോലെ സെക്ഷൻ്റെ ലെഫ്റ്റ് ഡൗൺവേർഡും റൈറ്റ് സൈഡ് അപ്വേർഡ് വന്ന നെഗറ്റീവ് സൈൻ കൺവെൻഷനാണ് വരിക. സോ ഫസ്റ്റ് നമ്മൾ സെക്ഷൻ ഇവിടെ കൺസിഡർ ചെയ്തു. എയുടെ തൊട്ടടുത്ത സെക്ഷൻ കൺസിഡർ ചെയ്തു. അതായത് നമ്മുടെ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് RAയുടെ വാല്യൂ മാത്രമേ ഉള്ളൂ. RA അപ്വേർഡ് ആണ്. സോ അപ്വേർഡ് ആയതുകൊണ്ട് സെക്ഷൻ്റെ ലെഫ്റ്റ് അപ്വേർഡ് ആണ് ഈ പോസിറ്റീവ്. അതുകൊണ്ട് 41.2 RAയുടെ വാല്യൂ 41.2 kN ആണ്. സോ 41.2 kN പോസിറ്റീവ് വന്നു.
പിന്നെ നമുക്ക് 2.25 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ലോഡ് വരുന്നുണ്ട്. ലോഡ് വരുന്നത് ഡൗൺവേർഡ് ആണ്. സോ ഡൗൺവേർഡ് ലെഫ്റ്റ്, നമ്മളെല്ലാം ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ സെക്ഷൻ്റെ ലെഫ്റ്റ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. സോ സെക്ഷൻ്റെ ലെഫ്റ്റിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവാണ് സൈൻ. സോ അതുകൊണ്ട് 41.2 ആ ലോഡ് വരെ നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ വന്നു. 41.2 ലോഡ് എത്തിയപ്പോൾ 41.2 മൈനസ് നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് വരും. എക്സ്റ്റേണൽ ലോഡ് ഇവിടെ 120 ആണ്. അപ്പോൾ നമുക്ക് 41.2 മൈനസ് 120 ചെയ്തപ്പോൾ 78.2 കിലോ ന്യൂട്ടൺ കിട്ടി. 78.8 കിലോ ന്യൂട്ടൺ നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ താഴേക്ക് വരച്ചു. പിന്നെ ഈ ഒരു ബി വരെ വേറെ ലോഡൊന്നുമില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ദെൻ ബി വരുമ്പോൾ ഇവിടെ റിയാക്ഷൻ ഉണ്ട് ആർ ബി. സോ ആർ ബി അപ്വേർഡ് ആണ്. സോ സെക്ഷൻ്റെ ലെഫ്റ്റ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവാണ്. സോ 78.8 മൈനസ് ആണ്. സോ മൈനസ് 78.8 പ്ലസ് ആർ ബി വരും. ദാറ്റ് ഈസ് മൈനസ് 78.8 പ്ലസ് ആർ ബി. ആർ ബി അപ്വേർഡ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് വന്നത്. therefore മൈനസ് 78.8 പ്ലസ് 179.75 ടോട്ടൽ ആർ ബി ആണ് എടുക്കേണ്ടത്. ആർ ബി 1 പ്ലസ് ആർ ബി 2. therefore we get 100.95. ദാറ്റ് ഈസ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ എബോ റെഫറൻസ് ലൈൻ വരും. ദാറ്റ് ഈസ് 100.95. നെക്സ്റ്റ് നമുക്ക് 1.25 മീറ്ററിനകത്താണ് നെക്സ്റ്റ് ലോഡ് വരുന്നത്, ആക്ട് ചെയ്യുന്നത്. അതുവരെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ദെൻ ആ ലോഡ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് വരും. therefore 100.95 ഇതുവരെ 100.95 ആണ്. ദെൻ മൈനസ് ദിസ് ലോഡ് 100.95 മൈനസ് 140 ഈസ് ഈക്വൽ ടു മൈനസ് 39.05. സോ നമുക്ക് 39.05 നെഗറ്റീവാണ് കിട്ടിയത്. സോ നമ്മൾ റെഫറൻസിൻ്റെ താഴെ വരച്ചു 39.05. നെക്സ്റ്റ് സി സപ്പോർട്ട് വരെ ആർ സി വരെ വേറെ ലോഡൊന്നുമില്ല. സോ അതുവരെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ദെൻ സി സപ്പോർട്ടിനകത്ത് നമ്മുടെ റിയാക്ഷൻ വരും ആർ സി. ആർ സി ആക്ട് ചെയ്യുന്ന അപ്വേർഡ് ആണ്. അപ്വേർഡ് ആകുമ്പോൾ പോസിറ്റീവ് വരും. സോ പ്ലസ് ആർ സി ദാറ്റ് ഈസ് മൈനസ് 39.5 പ്ലസ് മൈനസ് 39.05 പ്ലസ് ആർ സി വരും. ആർ സിയുടെ വാല്യൂ ടോട്ടൽ ആർ സി 1 പ്ലസ് ആർ സി 2 147.97 ആണ്. സോ വി വിൽ ഗെറ്റ് 108.92 പോസിറ്റീവ് വാല്യൂ. അത് നമ്മൾ പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് വരച്ചു 108.92 മാർക്ക് ചെയ്തു. ദെൻ സി ഡിനകത്ത് യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നത്. യു ഡി എൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരിക. ഇതുപോലെ സ്ട്രൈറ്റ് അല്ല വരിക. യു ഡി എൽ ആകുമ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും വരിക. കോൺസെൻട്രേറ്റഡ് ലോഡ് ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടും വരും. സോ നമ്മൾ 108.92 ഇതുവരെ വേറെ യു ഡി എൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ യു ഡി എൽ നമുക്ക് മൈനസ് ചെയ്യാം. 108.92 യു ഡി എൽ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷനാണ് നെഗറ്റീവ് വരും. സോ 58.67 ഇൻറ്റു 3.75 ആണ് യു ഡി എല്ലിൽ വരുന്ന ലോഡ്. therefore we get 110 ദാറ്റ് ഈസ് നെഗറ്റീവ് വാല്യൂ വരും. ദെൻ ഈ പോർഷനിൽ പ്ലസ് ആർ ഡി ഡിയിലാണ് നമുക്ക് നെഗറ്റീവ് കിട്ടി. സോ 108.92 ഡിനകത്ത് നെഗറ്റീവ് വാല്യൂ വന്നു. അത് ജോയിൻ ചെയ്യുക. ദെൻ ഡി ജോയിൻറ്റിനകത്ത് ആർ ഡി വരുന്നുണ്ട്. ആർ ഡി അപ്വേർഡ് ആണ്. സോ 110.10 പ്ലസ് ആർ ഡി വരും. സോ നമുക്ക് 47.48 കിലോ ന്യൂട്ടൺ കിട്ടി. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. സോ അപ്വേർഡ് ഡയറക്ഷനിൽ വരച്ചു. ദെൻ ഈ ഒരു പോർഷനിൽ വേറെ ലോഡൊന്നുമില്ല. ഇ വരെ നമ്മുടെ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ദെൻ ഇനകത്ത് 0 വരും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ലോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇയിൽ 0 വരും. സോ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. സോ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം.